ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ മനസ്സ് തുറക്കാമത്തിലെ ആദ്യത്തെ പാഠഭാഗമാണ്. മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു. ഇതിനോടനുബന്ധിച്ച് ഒരു പ്രവേശക പ്രവർത്തനം ഉണ്ടായിരുന്നു, തെനാലിരാമൻ്റെ പ്രവേശക പ്രവർത്തനം. അത് നമ്മൾ ചെയ്തു. അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ഈ പാഠം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്ന നോക്കൂ. നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിന് മാത്രമല്ല നമ്മെ ചേർത്ത് പിടിക്കുന്നതിനും മാതൃഭാഷയ്ക്ക് കഴിയും. മാതൃഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അമ്മയെ പോലെയാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ വിചാരങ്ങളെയും അത് പൂർണ്ണമാക്കും. നമുക്ക് സംശയമില്ലാതെയും ഒക്കെ നമുക്ക് വളരെ സ്ഫുടതയോടെ സംസാരിക്കാൻ കഴിയുന്നത് നമ്മുടെ മാതൃഭാഷയിലാണ്. ഈ ഒരു ലേഖനം എഴുതിയത് ആരാണ്? പി പവിത്രനാണ്. ആരാണ് എഴുതിയത്? പി പവിത്രനാണ്. ഓക്കെ, മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു. മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത്. കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു. അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല, അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവവും കൂടിയുണ്ട്. ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു. അനുഭൂതി ലോകവുമായി ചേർന്ന് നിൽക്കുന്നത് മാതൃഭാഷയാണ്. വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം. ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവുമെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിൽ തന്നെയായിരിക്കും. ഏത് കൃത്രിമമായ ഇതര ഭാഷാന്തരീക്ഷത്തിനും തലയിൽ ഒരു തേങ്ങ വന്നു വീണ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും. അതുകൊണ്ട് വികാരപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ മാതൃഭാഷ തന്നെ. അത് അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു. നമുക്ക് ഭാവനാപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ്. സാഹിത്യം ഇങ്ങനെ ഒരു അനുഭവത്തെ പലതായി പെരുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ടിപ്പിക്കുക. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല, നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു. പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴ എല്ലായിടത്തും പുഴയുടെ ഒരു അനുഭവം ഉണ്ടാകുന്നു. കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല. ആ അനുഭവം നൽകുന്ന മാതൃഭാഷയിലെ പുഴ എന്ന വാക്ക് അറിഞ്ഞാൽ മതി. നമ്മൾ പുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന എന്താണ്? ഒരു പുഴയാണ്, ഒഴുക്കുള്ള ഒരു പുഴ. അതേപോലെ മല എന്ന് പറയുമ്പോൾ നമുക്ക് മല നമ്മുടെ ദൃഷ്ടിയിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നു. അപ്പോൾ നമുക്ക് ഓരോ വാക്ക് പറയുമ്പോഴും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു ദൃശ്യാനുഭവം കൂടി നമുക്ക് മാതൃഭാഷയിലൂടെ കിട്ടുന്നുണ്ട്. പ്രകൃതിയുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ. അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. മറ്റു ശാസ്ത്രങ്ങൾ ഉള്ളതിനെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു. മാതൃഭാഷ അനേകം ഭാവനാ ബന്ധങ്ങളിലൂടെ നമ്മെ ചേർത്ത് നിർത്തുന്നു. ഓക്കെ, നമ്മൾ ലേഖനം എഴുതിയത് പി പവിത്രനാണ്. മാതൃഭാഷയും സൗന്ദര്യബോധവും. ഇനി നമുക്ക് വായിക്കാൻ പറയാം എന്ന ഭാഗത്തിൽ 4 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തേത് വായിക്കാൻ പറയാം. കുട്ടിക്കാലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഉത്തരം: കുട്ടിക്കാലത്ത് നാം മാതൃഭാഷയിലൂടെയാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും തിരിച്ചറിയുന്നത്. കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും എല്ലാം കുട്ടിക്കാലത്ത് നാം മാതൃഭാഷയിൽ പേരിട്ട് വിളിച്ചാണ് മനസ്സിലാക്കുന്നത്. കേവലം വസ്തുക്കളുടെ ആശയം മാത്രമല്ല അവയുടെ അനുഭവങ്ങൾ കൂടി ആദ്യമായി തൊട്ടറിയുന്ന ഘട്ടമാണ് കുട്ടിക്കാലം. ഇനി അടുത്തത്: ഇടി, നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു? ഇടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയവും, നിലാവ് എന്ന് കേൾക്കുമ്പോൾ ഒരു കുളിർമയും അനുഭവപ്പെടുന്നു. ഇനി അടുത്തത്: ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? പ്രകൃതിയിൽ നമ്മുടെ മുന്നിലുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ വലിയ ശേഷിയാണ് നമ്മുടെ മുന്നിലില്ലാത്ത കാര്യങ്ങളെ മനസ്സിൽ വിഭാവനം ചെയ്യുക എന്നത്. അതുകൊണ്ട് മുന്നിലില്ലാത്ത ലോകത്തെ കൂടി ഭാവനയിലൂടെ മനസ്സിൽ കാണാൻ സഹായിക്കുന്ന അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഇവിടെ ഏറ്റവും വലിയ അറിവ് എന്ന്
വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് എന്തെല്ലാം? പഞ്ചേന്ദ്രിയങ്ങൾ, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊലി കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ഈ ലോകത്തെ മാത്രമല്ല, നമ്മുടെ മുന്നിലില്ലാത്ത വലിയ ലോകത്തെ കൂടി ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു. കൂടാതെ വാക്കുകൾക്ക് പിന്നിലുള്ള ആഴത്തിലുള്ള വികാരങ്ങൾ, സ്നേഹബന്ധങ്ങൾ, ഭാവനകൾ, വിചാരങ്ങൾ എന്നിവയെല്ലാം ഭാഷ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത ചോദ്യം ബന്ധപ്പെടുത്തി പറയാം. പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാക്കുന്നു. ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം എന്നിവയുമായി ചേർത്ത് പറയാമോ? കാഴ്ചയും കേൾവിയും. കടൽ എന്ന് കേൾക്കുമ്പോൾ മുന്നിൽ വെള്ളമില്ലെങ്കിലും നീലത്തിരമാലകൾ കണ്ണിലും, ഇടിമിന്നൽ എന്ന് കേൾക്കുമ്പോൾ കാതുകളിൽ ഭയം ഉണർത്തുന്ന വലിയ ശബ്ദവും അനുഭവപ്പെടുന്നു. മണവും രുചിയും സ്പർശവും. വേനൽ മഴ എന്ന വാക്ക് സുഖമുള്ള മൺമണവും, ഉപ്പിലിട്ട മാങ്ങ നാവിൽ പുളിയൂറുന്ന രുചിയും, പഞ്ഞി എന്നത് കൈകളിൽ തൊട്ടറിയുന്ന മൃദുത്വവും മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത ചോദ്യം, കാണാത്തത് കാണാം. ഒരു കാരണവും കൂടാതെ എപ്പോഴും പരാതി പറയുന്ന ചിലരുണ്ട്. അവർക്ക് ഒരു കാരണം കിട്ടിയാലോ? മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണതുപോലെ ആയിരിക്കും. ഇവിടെ നായയെക്കുറിച്ചോ തേങ്ങയെക്കുറിച്ചോ അല്ല, ചില ആളുകളുടെ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കവിതകളിൽ സാന്ദർഭികമായി പറഞ്ഞ വരി നോക്കൂ. പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഇതിപ്പോൾ ചൊല്ലായി തീർന്നിട്ടുണ്ട്. ഈ ചൊല്ല് പാണ്ഡൻ നായരുടെ പല്ലിനെയോ ശൗര്യത്തെയോ അല്ല, പരാമർശിക്കപ്പെട്ട ആളിന് വന്നു ചേർന്ന ശക്തിക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. തുടർന്ന് കൊടുത്തിരിക്കുന്ന ചൊല്ലുകളിലെ പരിചിത വസ്തുക്കളും അനുഭവങ്ങളും ചൊല്ലുകൾ മനസ്സിലുണ്ടാക്കുന്ന ആശയവും കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. പഴഞ്ചൊല്ല്. പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഇവിടെ പരിചിത വസ്തുക്കൾ, അനുഭവങ്ങൾ എന്താണ്? നായ, പല്ല്, ശൗര്യം. പക്ഷെ ആശയം എന്താണ്? ഒരു കാലത്ത് കരുത്തനായിരുന്നെങ്കിലും ഇപ്പോൾ അയാളുടെ ശക്തി വേണ്ടത്ര ഫലിക്കുന്നില്ല. ഇനി അടുത്തത്, ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. ഇവിടെ എന്താണ് നമുക്ക് പരിചിത വസ്തുക്കൾ? പുലി, പുല്ല്, തീറ്റ. ഉണ്ടാകുന്ന ആശയം എന്താണ്? ദാരിദ്ര്യം, കഷ്ടപ്പാട്, യാചന എന്ത് കിട്ടിയാലും കഴിക്കും. ഓക്കെ. ഇനി നമുക്ക് അറിയാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലിനെ നമ്മൾ ഇങ്ങനെ വിശദീകരിക്കണം. ആദ്യത്തെ, ചെറ്റു കീറിയവനെ പാമ്പ് കഴിച്ചാൽ വിഷമില്ല. ഇവിടെ ചെറ്റു കീറൽ, അതായത് മുള കീറൽ, പാമ്പ്, വിഷം. അതിൻ്റെ അർത്ഥം എന്താണ്? നിസ്സാര കാര്യങ്ങൾക്ക് എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാൾക്ക് വലിയൊരു അപകടം വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് കാര്യമാക്കായി എടുക്കാത്ത ഒരവസ്ഥ. ഇനി അടുത്തത്, കനത്താലെ കാറ്റു പിടിക്കൂ. കനം എന്ന് പറഞ്ഞാൽ ഭാരം, കാറ്റ്, പിടുത്തം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നല്ല അറിവും സംസ്കാരവും ഉണ്ടായാൽ മാത്രമേ സമൂഹത്തിൽ വലിയ സ്ഥാനവും ആദരവും ലഭിക്കൂ. ഇനി അടുത്ത, കുരയ്ക്കും നായ കടിക്കില്ല. നായ, കുരയ്ക്കൽ, കടി. ഇതാണ് നമുക്ക് പരിചയമുള്ളത്. എന്താണ് ഇതിന്റെ അർത്ഥം? പുറമെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി ഭയപ്പെടുത്താൻ നോക്കുന്നവർ യഥാർത്ഥത്തിൽ ഉപദ്രവകാരികൾ ആയിരിക്കില്ല. ഇനി അടുത്തൊരു ചൊല്ലാണ്, അക്കരെ പച്ച ഇക്കരെ കാഴ്ച. അക്കരെ എന്ന് പറഞ്ഞാൽ അപ്പുറം, ഇക്കരെ പച്ചപ്പ്. ഇതാണ് നമുക്ക് പരിചയമുള്ളത്. പക്ഷെ ഇതിന്റെ ശരിയായ അർത്ഥം എന്താണ്? നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയ മെച്ചമായി തോന്നും, എന്നാൽ അടുത്തറിയുമ്പോഴേ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ. ഇനി അടുത്തൊരു ചോദ്യം, ഹൃദയത്തിന്റെ ഭാഷ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗം വായിക്കാം. അബ്ദുൽ ഖാദർ ഒരു സ്കൂൾ മാസ്റ്റർ ആയിരുന്നു, വലിയ വ്യാകരണക്കാരൻ. പണ്ടൊരിക്കൽ ഇവൻ ഉമ്മയോട് പറഞ്ഞു, മാതാവെ കുറച്ച് ശുദ്ധജലം തന്നാലും. അന്ന് ഉമ്മ ചോറ് വിളമ്പുന്ന വലിയ തവി കൊണ്ട് തല്ലി. ബാപ്പ അവനെ ആശ്വസിപ്പിച്ചു. നീ അങ്ങനെ പറഞ്ഞാൽ മതിയടാ, നീ എന്നെ എന്തെന്ന് വിളിക്കും? പിതാവെന്ന്. അത് കേട്ടപ്പോൾ തവി കൊണ്ട് ഉമ്മ ഒന്നുകൂടി കൊടുത്തു. പിന്നെ അവൻ ഉമ്മയെന്നും ബാപ്പ എന്നും മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. മാതാവേ എന്നും പിതാവേ എന്നും വിളിച്ചപ്പോൾ ഉമ്മ തവി കൊണ്ടടിക്കാൻ കാരണം എന്തായിരിക്കും? അടുത്ത ചോദ്യം, നിങ്ങൾ മാതാപിതാക്കളെ എന്താണ് വിളിക്കാറ്? കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ എങ്ങനെ വിളിക്കും? ചർച്ച ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് തവി കൊണ്ടടിച്ചത്? മാതാവ്, പിതാവ് എന്നീ വാക്കുകൾ നിഘണ്ടുവിൽ അമ്മ, അച്ഛൻ എന്ന അർത്ഥമുണ്ടെങ്കിൽ അവയിൽ ഉള്ളി തട്ടുന്ന സ്നേഹത്തിന്റെ ഭാവമില്ല. അവ കേവലം ഔദ്യോഗികവും കൃത്രിമവുമായ വാക്കുകളാണ്. എന്നാൽ ഉമ്മ, ബാപ്പ എന്നീ വാക്കുകൾ കുട്ടിക്കാലം മുതൽ ഹൃദയം കൊണ്ട് വിളിച്ച് ശീലിച്ച മാതൃഭാഷയിലെ വാക്കുകളാണ്. ആ വാക്കുകളിലാണ് സ്നേഹവും ആത്മബന്ധവും ഉള്ളത്. സ്വന്തം മകൻ യാന്ത്രികമായ ഭാഷയിൽ മാതാവേ എന്ന് വിളിച്ചപ്പോൾ അത് സ്നേഹമില്ലായ്മയും അകൽച്ചയും തോന്നിയത് കൊണ്ടാണ് ഉമ്മ അവനെ തവി കൊണ്ട് തല്ലിയത്. അപ്പോൾ നമ്മൾ മാതാപിതാക്കളെ എന്താണ് വിളിക്കാറ്? സാധാരണ നിത്യച്ച അമ്മ, അച്ഛൻ, ഉമ്മ, ബാപ്പ, മമ്മി, പപ്പ എന്നിങ്ങനെയൊക്കെയാണ് നമ്മൾ മാതാപിതാക്കളെ വിളിക്കുന്നത്. കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നമ്മൾ അമ്മക്കുട്ടി, അമ്മച്ചി, ഉമ്മച്ചി, അപ്പൂപ്പ എന്നൊക്കെ നമ്മൾ മാതൃഭാഷയിലുള്ള മധുരമുള്ള വാക്കുകൾ വിളിച്ച് അവരെ ചേർത്ത് പിടിക്കാറുണ്ട്. ഇത്തരം വിളികൾക്ക് നമ്മൾ എന്താണ്? ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്.
ഇനി അടുത്തത് നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ നോക്കൂ. നിങ്ങൾ ഒരാളോട് അയാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ കടക്കുന്നു. അയാളുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ അറിവ് നേടാനോ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു ഭാഷകൾ മനുഷ്യൻ്റെ ബുദ്ധിയെ മാത്രമാണ് ഉണർത്തുന്നത്. ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അത് മാതൃഭാഷയാണ്. നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെയും സ്നേഹത്തെയും തൊട്ടുണർത്താൻ മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് മാതൃഭാഷയെ ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് വിളിക്കുന്നത്. ബഷീറിൻ്റെ കഥയിലെ ഉമ്മമ്മയുടെ തല്ലും നെൽസൺ മണ്ടേലയുടെ വാക്കുകളും നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് തന്നെയാണ്. ഭാഷ എന്നത് വെറും ഒരു അറിവല്ല, അത് ഹൃദയങ്ങൾ തമ്മിലുള്ള വൈകാരികമായ ഒരു ബന്ധമാണ്. മാതൃഭാഷയിലൂടെ മാത്രമേ മനുഷ്യന് പരസ്പരം സ്നേഹിക്കാനും ഭാവനകൾ പങ്കുവയ്ക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.